ومن أخلاقهم رضي الله تعالى عنهم رحمة العصاة وعدم ازدرائهم وفداؤهم بأنفسهم حتى يود أحدهم أن جلده يقرض بالمقاريع. എന്താ പറഞ്ഞറിയോ? മഹാന്മാരുടെ സ്വഭാവ ഗുണങ്ങൾ എണ്ണി വരികയാണല്ലോ. അതിൽ ആദ്യം പറഞ്ഞെന്താ? റഹ്മത്തുൽ ഉസാത്തി, തെറ്റ് ചെയ്ത ആളുകളോട് കരുണ കാണിക്കുക എന്നാ. അത് ഇവരുടെ സ്വഭാവമാണ്. ഓൻ തെറ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ആട്ടി വിടൊന്നുമില്ല, ഓനോട് കരുണ കാണിക്കും. പിന്നെ അതും ഇസ്തിറാഇഹി, അവരെ നിസ്സാരപ്പെടുത്തലില്ല. മോശക്കാരനാണ് അവൻ, തെറ്റുകാരനാണ്, നിസ്സാരപ്പെടുത്തുന്ന പരിപാടിയൊന്നുമില്ല. അപ്പൊ പിതാവുമ്പി അമ്പൂസിക്കും, പിന്നെ അവരുടെ നെഫ്സ് കൊണ്ട് അവർ ദണ്ഡം ചെയ്യും. അതിനുള്ള പ്രതിഫലമായിട്ട് അവർ ശരീരത്തെ കൊടുക്കാൻ തയ്യാറാവും. എത്രത്തോളം എന്ന് വെച്ചാൽ അത്തായവദ്ദായതും അന്ന ജിൽദോ യുക്രതും മക്കാരിയത്, അവരിൽ ഒരാൾ അവരുടെ തൊലിയെ കത്രിക കൊണ്ട് മുറിക്കപ്പെടും. അത്രത്തോളം ഇഷ്ടപ്പെടുന്നവരായിരുന്നു അവർ. അലായഹദും മിൻഹും റബ്ബഹു, അവരിൽ ഒരാളും തന്റെ റബ്ബിന് എതിര് പ്രവർത്തിക്കുകയില്ല. ഇങ്ങനെയൊക്കെയായിരുന്നു അവരുടെ സ്വഭാവങ്ങൾ. തെറ്റ് ചെയ്ത ആൾക്കാരോട് കരുണ കാണിക്കുക, അവരെ നിസ്സാരപ്പെടുത്താതിരിക്കുക. അങ്ങനെ കാണുമ്പോൾ തെറ്റുകാർ തെറ്റെന്ന് മടങ്ങി വരുമല്ലോ. അങ്ങനെയൊക്കെയാണ്. തെറ്റ് ചെയ്ത ആളുകളുടെ മേലിൽ അധികമായുള്ള സ്നേഹം കൊടുക്കുക എന്നുള്ളത് അഫ്ളലു മിന ദുആഇ അലൈഹിം, തെറ്റുകാർക്ക് എതിരിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പുണ്യമാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരും മനസ്സിലാക്കിയവരുമായിരുന്നു ഇവർ. അപ്പൊ തെറ്റ് ചെയ്ത ആളുകളോട് അവർ കൂടുതൽ സ്നേഹം കാണിക്കും അവർക്കെതിരെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എന്നായിരുന്നു. നമ്മളെന്നും മാതിരിയല്ല, നമ്മളനങ്ങിയ പ്രാർത്ഥിക്കാമല്ല, മസാലുണ്ട് നോക്കി അങ്ങനെ ഉണ്ട് നല്ലതായിരിക്കും. അങ്ങനെയല്ല വേണ്ടതാ. വകാന മുത്തർഫ് ബിൻ അബ്ദില്ലാഹി റഹ്മഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, മല്ലം യജിദ് ഇൻദഹു റഹ്മതൻ ലിൽ ഉസാത്തി ഫൽയദ്ഉ ലഹും ബിത്തൗബത്തി വൽ മഗ്ഫിറത്തി എന്ന് പിന്നെ പറഞ്ഞത്. മഹാൻ പറയാണ്, തന്റെ അടുത്ത് തെറ്റ് ചെയ്ത ആളുകളോട് കരുണ കാണിക്കാൻ എത്തിക്കുന്നില്ലെങ്കിൽ, അങ്ങനെ കരുണ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, എന്നാ വരും ചെയ്തോ, അവർക്ക് തോബ കൊണ്ടും മഗ്ഫിറത്ത് കൊണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെയാണ്. എന്നാ പടച്ചോനെ അവർക്ക് തോബ ചെയ്യാനുള്ള മനസ്സ് കൊടുക്ക്, അവർക്കൊരു മാപ്പ് കൊടുക്കുന്നൊക്കെ അവർ പ്രാർത്ഥിക്കുക, കരുണ കൊടുക്കാൻ തയ്യാറില്ലെങ്കിൽ. കാരണം നിശ്ചയമായിട്ടും മലായികത്തിന്റെ സ്വഭാവത്തിൽ പെട്ടതാണ് എന്ത്? അന്നഹും യസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർളി, ഭൂലോകത്തുള്ള സർവർക്കും മാപ്പിരന്നുകൊണ്ടിരിക്കുകയാണ് മലായികത്ത്. അപ്പൊ ആ ഒരു സ്വഭാവം നമുക്കും വേണ്ടേ? ഇതാണ് മനസ്സിലാക്കാനുള്ളത്. വകാന സുഹൈർ ബിൻ നഈം റഹിമഹുല്ലാഹു തആല യഖുൽ, മഹാൻ പറയുന്നു, വദിത്തു വല്ലാഹി അന്ന ജൽദി യുഖ്റബുൽ മകാരിമി വലാ യഅസി അഹദു റബ്ബി വലാ യഅസി അഹദു റബ്ബഹു തബാറക വതആല. മഹാൻ പറയുന്നത് എന്താണ്? ഞാൻ ആഗ്രഹിച്ചു പോയി, കൊതിച്ചു പോയി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അന്ന ജിൽദി, എന്റെ തോല് കത്രിക എടുത്തിട്ട് മുറിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു പോയി. ഒരാളും തന്റെ റബ്ബിന് എതിര് പ്രവർത്തിക്കുകയുമില്ല. അപ്പൊ ഞാൻ എന്റെ തൊലി തന്നെ മുറിച്ചു കളയാൻ തയ്യാറായി കൊതിച്ചു പോയ ആളാണെന്നാണ് സുഹൈർ എന്നവര് പറയുന്നത്. അപ്പോ അള്ളാഹ്ക്ക് തെറ്റ് ചെയ്യാതെ എല്ലാം അള്ളാഹുവിന് സമർപ്പിക്കുക. വകാന ഹബീബുൽ അജമി റഹ്മഹുല്ലാഹു തആല, മഹാനവറുകളായിരുന്നു, ഇദാ ഖറഅ ആയതൻ ഫീഹ അന്നല്ലാഹു ഗളിബ അലാ ഖൗമിൻ, ഒരു സമുദായത്തിന്റെ മേൽ കോപിച്ച് വിഷയമുള്ളതായിരിക്കുന്ന ഒരായത്ത്, അള്ളാഹ്ക്ക് നല്ല കോപമുണ്ടായിരുന്നു അവരോട് എന്ന് പറയുന്ന ഒരായത്തെങ്ങാനും മഹാൻ ഓതി വരികയാണെങ്കിൽ യബ്കി അലാ ഖിറാഅതിഹ, അതിങ്ങോട്ട് ഓതിയിട്ട് ആ ഓത്തിന്റെ മേൽ ഇവർ കരഞ്ഞുകൊണ്ടേയിരിക്കും. തൊടുവയപ്പോലും മഹാൻ പറയും, യാ റബ്ബി ഇന്നക ഖദ് അദ്ഖൽത ഖൽബിർ റഹ്മത ലഹും ഫഇൻ ശിഅത ഫഅ്ഫിർ ലഹും വഇൻ ശിഅത അസ്ബിനി അൻഹും എന്നാ പറഞ്ഞത്. ഈ ആയത്ത് ഓതിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കണം മഹാൻ. എന്നിട്ട് കരഞ്ഞിട്ട് പറയുന്ന വാക്കെന്താ? റബ്ബേ, എന്റെ കൽബിന്റെ അകത്ത് നിശ്ചയമായിട്ടും അവരുള്ള കരുണ നീ കടത്തി വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നീ അവർക്ക് പുറത്തു കൊടുക്കുക.
നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവരെ ശിക്ഷിക്കാതെ നീ എന്നെ ശിക്ഷിക്കുക. കണ്ടോ, ഇങ്ങനെ ശരീരം മറ്റുള്ളവർക്ക് മാപ്പിരന്ന് കൊടുത്തിട്ട് മറ്റുള്ള ചെയ്ത തെറ്റ് ഏറ്റെടുത്ത് ഇവിടുന്ന് തന്നെ അവരെന്താവുമായിരുന്നേനെ പരിഹാരം കണ്ടിരുന്നു. അതാണ് അത്രയും സ്നേഹമായിരുന്നവർക്കെന്നർത്ഥം. എന്നാൽ ഇമാം ഷാറാനി തങ്ങൾ പറയുന്നു, കൊൽത്തു ഞാൻ പറയാം, വലഅല്ല മുറാദു റഹിമഹുല്ലാഹ് മഹാനവകൾ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്തായിരിക്കാം? അത് ബിർറഹ്മത്തില്ലത്തി ദഖലത്ത് ഖൽബഹു, തന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ കടന്നു വന്ന ആ ഒരു കരുണ, അതെന്താന്ന് ചോദിച്ചാൽ ഫത്ഹു ബാബി സുആലിഹി റബ്ബഹു, താൻ തന്റെ റബ്ബിനോട് ചോദിക്കുക എന്ന കവാടം തുറക്കുക എന്നായിരിക്കും മൂപ്പരാ പറഞ്ഞതിന്റെ ഉദ്ദേശം. അതെന്താ ചോദിക്കുന്നത്? അയ്യറുളിയ അൻഹും, അവർ തൊട്ട് തൃപ്തിപ്പെടുക അല്ല, അല്ലാതെ ലത്തഹജീറ അൽ ഹഖി തആല ബിഗളബി അലൈഹിം, അവരുടെ മേലിൽ അള്ളാഹ് കോപം ഉണ്ടായിട്ടുണ്ട്, ആ കോപത്തിൽ അള്ളാന്റെ മേൽ അതിക്രമം കാണിക്കലോ അള്ളാന്റെ മേൽ കുറ്റപ്പെടുത്തലോ അല്ല, അവരെ തൊട്ട് അന്ന് തൃപ്തിപ്പെടണം, അത് ചോദിക്കലായിരിക്കും മൂപ്പർ ഉള്ളിന്റെ അകത്ത് കടന്ന ആ കരുണ എന്നതുകൊണ്ട് മൂപ്പർ ഉദ്ദേശിക്കുന്ന വാക്കെന്ന് മനസ്സിലാക്കാം. കാരണം വഇന്നൽ കാമില മിൻ ശൈഇഹി അൻ യഗ്ളിബ ലിഗളബിൽ ഹഖ് വയർലാഹു അസ്സ വജല്ല, പരിപൂർണനായിരിക്കുന്ന സത്യവിശ്വാസി അദ്ദേഹത്തിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അള്ള കോപിച്ചതിന് ഒരാൾ കോപിക്കണം, അള്ള ഇഷ്ടം വെച്ചതിന് ഇഷ്ടം വെക്കുകയും വേണം. ഇതാണ് വേണ്ടത്. അപ്പൊ ഈ നിലക്ക് വരുമ്പോൾ കരുണ കടന്നുവരുന്ന ഉദ്ദേശം ഇങ്ങനെയാണ്. വഖദ് കാന ഹബീബ് എന്നവര് ഹാദാ റഹിമഹുല്ലാഹു തആല, ഈ ഹബീബ് എന്നവര് മഅദൂദൻ ഇൻദ താബിഈന, താബിഈകളുടെ അടുക്കൽ എണ്ണപ്പെട്ട ഒരാളായിരുന്നു. ആരെ കൂട്ടത്ത്? മിമ്മൻ വലബത്ത് അലൈഹി അഹ്വാൽ ഫുഖറാ, സാധുക്കളായ ആളുകൾ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്തിൽ കൊതിയുള്ള സ്വഭാവപ്പെട്ടവർ. അത്തരം ആളുകളുടെ അവസ്ഥകൾ സൂഫിയാക്കളായ ആളുകൾ തന്നെയാണ്. അത്തരം ആളുടെ അവസ്ഥയിൽ മികച്ചു പോയിട്ടുണ്ട്. ആ മികച്ചവരുടെ കൂട്ടത്തിൽ എണ്ണിയതാണ് ഇദ്ദേഹത്തെ. വഅർബാബുൽ അഹ്വാൽ, അവസ്ഥയുടെ റബ്ബുകള് ലാ യുഖ്തദാ ബി അഫ്ആലിഹിം ഇൻദ ത്വരീഖി, ത്വരീഖത്തിന്റെ അഹ്ലുകാരുടെ അടുക്കൽ ഇവരുടെ കർമ്മങ്ങളുമായി തുടരാൻ പറ്റുകയില്ല എന്നാണ്. ഫഇന്നല്ലാഹ തആല, നിശ്ചയമായും അല്ലാഹു അർഹമു ബിഇബാദി മിൻ ഹബീബി ഹാദാ, ഈ ഹബീബ് കരുണ ചെയ്യുന്നതിനേക്കാൾ തന്റെ അടിയങ്ങളോട് ഏറ്റവും കരുണ കാണിക്കുന്നത് അള്ളാഹു തന്നെയാണ് എന്നാണ്. അപ്പൊ ഹബീബ് എന്ന നല്ലോണം കരുണ കാണിച്ചു, അതിനേക്കാൾ കരുണ അള്ളാഹിന്റെ അടുത്തുണ്ട്. ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. എന്നിട്ടും തെറ്റ് ചെയ്ത ആൾക്കാരുടെ മാപ്പിറന്നുകൊണ്ട് അവിടെ കരുണ കാണിക്കുകയാണ് ചെയ്തതെന്നാണ്. നല്ല കാര്യമാണത്. വക്കാന മൻസൂർ ബിൻ മുഹമ്മദ് റളിയല്ലാഹു തആല യർഹമുർ റജുലു അൻ യഉമുറഹു ബിഅംദിൻ, ഒരു പുരുഷൻ കരുണ കാണിക്കും. എന്ത്? അൻ യഉമുറഹു, അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിക്കുക, ബിഅംദി, ഒരു കാര്യം കൊണ്ട് കൽപ്പിക്കുക. അയാൾ പറയും അഖാഫു അൻ യുഖാലിഫ അംരി, ഞാനെന്താണ് ഭയപ്പെടുന്നു അവൻ എന്റെ കൽപ്പനയ്ക്ക് എതിരാകുമോ എന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറ്റക്കാരനാവുമ്പോൾ ശിക്ഷയിൽ അവൻ അകപ്പെടുകയും ചെയ്യും എന്നാണ്. ഇതൊക്കെ ഇന്ന് മനസ്സിലാക്കാനുള്ള കഴിവനെയാണ്. ഞാൻ എന്തായാലും കൽപ്പിച്ച എന്റെ കൽപ്പനയ്ക്ക് അവൻ എതിർ പ്രവർത്തിച്ച കുറ്റക്കാരനായി പോകൂലെ, ഇതാണ്. അങ്ങനെ വാക്കൂനു അനസവ, ഞാനെന്താ അവൻ ശിക്ഷ കിട്ടാൻ കാരണക്കാരനായി മാറുമല്ലോ എന്നോർത്തുകൊണ്ട് മഹാൻ ഒഴിഞ്ഞു മാറും. ഫകാന സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, ലൗല അൻ യസിമന്നാസു ഫിയ്യ, എന്റെ കാര്യത്തിലായിട്ട് ജനങ്ങളാരും കുറ്റത്തിൽ അകപ്പെടുക എന്നത് ഇല്ലായിരുന്നുവെങ്കിൽ ലഖുൻതു, ഞാൻ പറയുമായിരുന്നു, ഇന്നമൻ യഖ്താബനി വയദുമ്മനി, എന്നെ ചീത്ത പറയുക, എന്നെ ആക്ഷേപിക്കുക, കുറ്റപ്പെടുത്തുക, ഈബത്ത് പറയുക എന്നിത്യാദി കാര്യങ്ങൾ അഹബു, എന്നെ ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഇലയ, എന്നിലേക്കാൾ. എന്തിനേക്കാൾ? മിമ്മൻ യംദഹുനി, എന്നെ പുകഴ്ത്തി പാടുന്ന ആൾക്കാരുണ്ട്. ആ പുകഴ്ത്തി പാടുന്ന ആൾക്കാരുണ്ട്. ആ പുകഴ്ത്തി പാടുന്നതായ ആൾക്കാര്, ആ ആൾക്കാര് എന്താകുന്നറിയാമോ? അവര് എന്നെ പുകഴ്ത്തുന്നതിന് അവരെക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെ ഈബത്ത് പറയുന്നവർ, എന്നെ ആക്ഷേപിക്കുന്നവരും എന്നെ കുറ്റപ്പെടുത്തുന്നതുമാണ് എനിക്കിഷ്ടം എന്നാണ്. കാരണം എന്താ? ഹലോ
അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ അന്നൽ മാദിക കത് യക്കതി പോകും. എന്നെ പുകഴ്ത്തുന്ന ആൾ ചിലപ്പോ കളവ് പറയും, അങ്ങനെ വരും. അപ്പൊ അതിനേക്കാൾ എന്നെ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ആൾക്കാരല്ലേ നല്ലത് നടത്തും. ഷഖീഖുൽ ബൽഖ എന്ന് പറയുന്ന ആള് യഖൂലു മഹാൻ പറയുമായിരുന്നു, എന്ത് പറയും? മല്ലം യർഹമിർ റജുലു സൂഅ വഹുവ അസൂ ഹാലം മിന്നു. ഇതാ മഹാൻ പറയാ, ചീത്തയായ ഒരാളോട് കരുണ കാണിക്കാത്തവൻ അവൻ അദ്ദേഹത്തിനേക്കാൾ മോശമാണ് എന്നാണ്. ചീത്തയായവരോട് കരുണ കാണിക്കണം, അങ്ങനെ കാണിക്കാത്തവൻ ആ ചീത്തയായ ആളെക്കാളും മോശമായിട്ട് വരും എന്ന അഭിപ്രായമുള്ളത്. വമൻ ദുഃഖിറ ഇന്ദഹു റജുലുൻ സാലിഹുൻ, അദ്ദേഹത്തിന്റെ അടുത്ത് വെച്ച് ഒരു സ്വാലിഹായ മനുഷ്യനെ പറ്റി വല്ലതും പറഞ്ഞാലോ, ഫലം യജിദ് ദിക്രി ഹലാവത്തൻ. അപ്പൊ ഒരാളടുക്കൽ വെച്ചൊരു മനുഷ്യനെ പറ്റി നല്ല മനുഷ്യനെ പറ്റി പറഞ്ഞു, നല്ലൊരു അഭിപ്രായം പറഞ്ഞപ്പോ ആ പറച്ചിലിന് ഇയാൾക്കൊരു മധുരം കിട്ടില്ല നോക്കുക, ആർക്ക്? കേട്ടാക്ക്. ആ പിന്നെ പോകുമ്പോ റജുലുൻ മോശമായ ഒരാളാണ് ഇയാളെന്ന് മനസ്സിലാക്കണം. സാലിഹായ ഒരാളെ പറ്റി ഓനടുത്ത് എന്ന് പറഞ്ഞപ്പോ ഓനെ മെയിൻ ചെയ്യില്ല, ഓന് മധുരമല്ല, നബിന് അയാളെക്കായി മോശമല്ലെന്ന് മനസ്സിലാക്കണ്ടേ? സാലിഹായ മനുഷ്യന്മാരുടെ കഥ കേട്ട് പോലും ചിന്തിക്കാതെ എന്ത് പറയാനാണ്? ഫക്കാന മൈമൂൻ ബിൻ മെഹ്റാൻ റഹിമഹുല്ലാഹു തആല മഹാനായിരുന്നു. ഇദാ സമിയ ബിഖൗമിൻ വലമു ഫി ബഅദി അഖ്താരിൽ അർള്, ഭൂമിയുടെ ചില ഭാഗങ്ങളിലൂടെ അതിക്രമങ്ങൾ കാണിച്ച് അനീതി പ്രവർത്തിച്ചതായിരിക്കുന്ന ആൾക്കാരെ പറ്റി കേട്ടാൽ മൂപ്പരെന്താ രോഗിയായി മാറും. ഈ അജലിയും അവർ കാരണമായിട്ട് അദ്ദേഹം രോഗിയാകും, ഓനാണ് ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട്. ഹത്തായസീറ യുആദു, അദ്ദേഹത്തെ സന്ദർശിക്കപ്പെടും. കമാതുആദിൽ മർദ, രോഗികളായ ആൾക്കളെ എങ്ങനെ സന്ദർശിക്കപ്പെടുമോ അതുപോലെ സന്ദർശിക്കപ്പെടുന്ന രീതിയിലേക്ക് രോഗിയായി മാറും. എന്തുകൊണ്ട്? ഇനി ആൾക്കാരൊക്കെ തെറ്റ് ചെയ്തല്ലോ എന്ന് ഓർത്തുകൊണ്ട്. അത്രത്തോളം സ്നേഹത്തിലും ആദരവിലായിട്ടും കഴിഞ്ഞിരുന്നതാണ്. പൈതാക്കീലു അത് ഫറജല്ലാഹു അൻഹും യസൂലു മറദൂലി വഖത്തീന, അങ്ങനെ അദ്ദേഹത്തോട് പറയപ്പെട്ടു, അള്ളാഹു നിങ്ങളെ തൊട്ട് തുറവടിയാക്കപ്പെട്ടിരിക്കുന്നു. അത് വരുമ്പോൾ അദ്ദേഹത്തിന്റെ രോഗം ആ സമയത്ത് തന്നെ നീങ്ങിപ്പോവുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയായിരുന്നു അവിടെ ചിന്തകൾ. വഖദ് കാന സാബിത്തുൽ ബന്നാനി റഹിമഹുല്ലാഹു തആല മഹാനവറുകളായിരുന്നു. ഇദാ സഅലു അഹദുൻ ഹാജതൻ, ആരെങ്കിലും അദ്ദേഹത്തോട് വല്ല ആവശ്യം ചോദിച്ചാൽ യസീറു ലാ യുസല്ലി സലാത്തൻ, അദ്ദേഹം പിന്നെ ഒരു നിസ്കരിക്കാത്ത ആളായി മാറും. ഇല്ലാ ദഅ ലഹു ഫി സുജൂദി, സുജൂദിൽ കടന്നുകൊണ്ട് ആ ചോദ്യകർത്താവ് പ്രാർത്ഥിച്ചിട്ടല്ലാതെ ഉണ്ടാവില്ല, പ്രാർത്ഥിക്കുന്ന. അങ്ങനെയാണ് വേണ്ടത്. ഹത്താ ഹാജത്തു, അവന്റെ ആവശ്യം വീട്ടപ്പെടുന്നവരെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വഖദുറദ്ദ ശരീഖുൻ റഹിമഹുല്ലാഹു തആല, മാനവർ ശരീക്കത്തെ മടക്കി വിട്ടു. നംദാത്ത ഫാരിസിയ, പേർഷ്യൻ ഉറുമ്പിനെ. താഹ മൂപ്പരിനെ കണ്ടു. ഫി സഫറത്തി, അദ്ദേഹത്തിന്റെ സുപ്രയിൽ കണ്ടു. നീ മിഖ്ദാർ അറബി ഫറാസിയ റഹ്മത്തുള്ളാഹ, ഒരു 4 ചില്ലാനും മൈല്, 4 ചില്ലാനും മൈലിനേക്കാൾ അധികമുള്ള പ്രദേശം അവിടെ വെച്ച് കണ്ടു. റഹ്മത്തുള്ളാഹ അദ്ദേഹത്തിന് അതിനുള്ള റഹ്മത്തായിക്കൊണ്ട് അതിനൊഴിവാക്കിയത്. വഖാന റഹിമഹുല്ലാഹു തആല മഹാനവർ പറയും, യബുത്തുൽ ഖുബ്സ, മൂപ്പരെ പണി എന്തായിരുന്നു? പത്തിരി പൊടിയാക്കുക, പിന്നെ ഉറുമ്പിന്. വയദറുലഹും മുദ്ദഖീക അലാ ബുയൂതിഹിം, അങ്ങനെ അവർ എന്താണെന്ന് അറിയാമോ, അത് കൊണ്ടുപോയിട്ട് അവളെ വീടുകളെല്ലാം ഇങ്ങനെ പൊടിയാക്കും. വക്കാന അബൂദർദ റളിയല്ലാഹു അൻഹു മഹാനവറുകളായിരുന്നു. യസ്തൽ അസാഫീറ സിആറ, ചെറിയ ചെറിയ പൈങ്ങാക്കിളി കുട്ടികളെ വാങ്ങും. അല്ലത്തി യുംസികുൽ അത്ബാലു, കുട്ടികളെ പിടിച്ചു വെക്കും. അങ്ങനെയുള്ള ചെറിയ പൈങ്ങാക്കിളികളെ വാങ്ങും. എന്നിട്ട് പോയി ഉർസിഹ ഇലാ അശ്രിഹ, അതിന്റെ കൂട്ടിലേക്ക് ആ പക്ഷിയെ പറഞ്ഞയക്കും. വകദാലിക്കൽ ഉമ്മഹാത്ത്, ഇങ്ങനെ തന്നെ അതിന് ഉമ്മമാര്. യുർസിലുഹ ഇലാ ഔലാദിഹ ഇദാ സീദത്ത്, ഉമ്മമാര് വേട്ടയാടപ്പെടുകയാണെങ്കിൽ അതിന്റെ മക്കളിലേക്ക് അതിന്റെ ഉമ്മയെ മക്കൾ എന്താക്കും? പറഞ്ഞയക്കും. അങ്ങനെയാണ് വേണ്ടത്. ഒൽത്തു, ഞാൻ പറയുന്നു, ലൈസ ഹാദാ ബാബി തസ്ബീബ് സവായിബ്, തസ്ബീബ് സവായിബ് എന്ന് പറയുന്ന ബാബുണ്ടായിപ്പെട്ടതല്ല ഇത്. വഇന്നമൽ ഖറദു റഹ്മത്തുൽ ഉമ്മ,
ഉമ്മമാരെ വേട്ടയാടപ്പെടുമ്പോ ആ ഉമ്മമാര് തന്റെ മക്കളിലേക്ക് പോകാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അവർ ജീവിത കഥകൾ. ഈ സ്വഭാവത്തിലായിരിക്കണം നമുക്ക് ജീവിതം. കൊൽത്തൂജ പറയട്ടെ ഇവിടെ ഉദ്ദേശം എന്താ? റഹ്മത്തുൽ ഉമ്മി, ഉമ്മയുടെ കരുണ കാണിക്കുക, അവൽ വരഞ്ഞലി കുട്ടിയോട് കരുണ കാണിക്കുക, ഇതാവശ്യം. ഒന്നാമത് മഹാനായിരുന്നു. എന്തോ ആവശ്യം ചെന്നിട്ട് മുന്നോട്ട് ചോദിച്ചാൽ അതിന്റെ ആവശ്യത്തിന് മുഴുവൻ കൊടുക്കൂല, കുറച്ചു കൊടുക്കും. എന്ന പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. അത് പറയാനുള്ള നിന്റെ ശരീരത്തെ പറ്റി നീ പരിശോധി സഹോദര. അൽ വജത്ത ശൈഅൻ മിൻ ദാലിക, ആ പറഞ്ഞ ഇത് വല്ലതും എനിക്ക് കിട്ടിയിട്ടുണ്ടോ, വല്ലതും എനിക്ക് ഉണ്ടോ? ഈ അജയ് സുബാലിക്ക, നിന്റെ സഹോദരന്മാർ കാരണമാണ് എനിക്ക് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഒബിക്കലാ നഫ്സിക്ക, നിന്റെ സ്വന്തം നഫ്സിനെ എനിക്ക് അറിയുക. സാലിഹീങ്ങളായ ആൾക്കാർക്ക് കിട്ടുന്ന സ്ഥാനമാനത്തിൽ നിനക്ക് കിട്ടൂല. അങ്ങനെ ഇല്ലാത്തടത്ത് നീ നിന്റെ നഫ്സിനെ കരഞ്ഞു നോക്കിക്കളാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.